എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അഭിമന്യു. ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ശ്രീരാമകൃഷ്ണ ഗുരുകുലത്തിലാണ് പഠിക്കുന്നത്. എന്റെ പേര് ദേവദേവ്. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ശ്രീരാമകൃഷ്ണ ഗുരുകുലത്തിൽ പഠിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? ഇന്ന് ദേശീയ യുവജന ദിനം. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് സ്വാമി വിവേകാനന്ദനെ അറിയാമോ? സ്വാമി വിവേകാനന്ദൻ എന്ന പേര് ഇന്ന് ഭാരതത്തിൽ സുവിദിതമാണ്. ആധുനിക ലോകത്തിലെ അധ്യാത്മ നേതാക്കളിൽ പ്രമുഖമായ ഒരു സ്ഥാനം തന്നെയാണ് സ്വാമി വിവേകാനന്ദനുള്ളത്. സ്വാമി വിവേകാനന്ദൻ ഈ പ്രസക്തിയിൽ എത്തുന്നതിന് അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണദേവൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെ, ശ്രീരാമകൃഷ്ണദേവനാണ് സ്വാമി വിവേകാനന്ദനെ ഒരു മഹാപുരുഷനാക്കി മാറ്റിയത്. ശ്രീരാമകൃഷ്ണദേവൻ സ്വാമി വിവേകാനന്ദന് വളരെയധികം ഉപദേശങ്ങളും ഗുണപാഠങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെ, ശരിയാണ്. ശ്രീരാമകൃഷ്ണദേവൻ സ്വാമി വിവേകാനന്ദന് വളരെയധികം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സ്വാമി വിവേകാനന്ദൻ അതേപോലെ മനസ്സിലാക്കുകയും ചെയ്തു. ശ്രീരാമകൃഷ്ണദേവന് ദൃഢമായ വിശ്വാസമുണ്ടായിരുന്നു സ്വാമി വിവേകാനന്ദൻ ഭാവിയിൽ ഒരു മഹത് പുരുഷനാവുമെന്ന്. തന്റെ ഈ വിശ്വാസം തന്റെ ഭക്തന്മാരോട് ശ്രീരാമകൃഷ്ണദേവൻ പങ്കുവയ്ക്കുമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ശ്രീരാമകൃഷ്ണദേവൻ സ്വാമി വിവേകാനന്ദനും പിന്നെ ബാക്കിയുള്ള ശിഷ്യന്മാർക്കുമായി കാവ്യ വസ്ത്രങ്ങൾ നൽകി അവരെ സന്യാസ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്തു. പക്ഷേ ആ ദുഃഖകരമായ ദിവസം വന്നെത്തി. 1888 സ്വാമിജി മഠത്തിൽ നിന്ന് യാത്രയായി ഭാരതം മുഴുവൻ സന്ദർശിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അപ്പോഴത്തെ ഭാരതത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ആ അവസ്ഥ മാറ്റിയെടുക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് സ്വാമിജി മനസ്സിൽ ഉറപ്പിച്ചു. അദ്ദേഹം ഭാരതത്തിന്റെ അടിത്തറയായ കന്യാകുമാരിയിലെത്തി. ധ്യാനിക്കാൻ വേണ്ടി അദ്ദേഹം കരയിൽ നിന്ന് മാറി കടലിനോടടുത്ത് ഒരു പാറ കണ്ടു. അദ്ദേഹം അവിടെ ചെന്നിരുന്ന് സ്വന്തം മാതൃഭൂമിയെ കുറിച്ച് ഓർത്ത് വിഷമിച്ചു. ആ ധ്യാനം 3 ദിവസത്തോളം നീണ്ടു നിന്നു. അദ്ദേഹം അന്നവും ഭക്ഷണവും ഇല്ലാതെ ഭാരതത്തിന്റെ പണ്ടത്തെ അവസ്ഥയെ പറ്റി ഭാവിയിലെ അവസ്ഥയെ പറ്റി ആലോചിച്ചിരുന്നു. 3 ദിവസത്തെ ധ്യാനത്തിനു ശേഷം സ്വാമിജി ഒരു വാർത്ത കേട്ടു. അത് ഭഗവാൻ തനിക്ക് ഭാരതത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടി കൊണ്ടുതന്ന ഒരവസരമായിട്ട് സ്വാമിജിക്ക് തോന്നി. ആ വാർത്ത എന്തെന്ന് വെച്ചാൽ ചിക്കാഗോയിലെ മതമഹാസമ്മേളനത്തെ പറ്റിയായിരുന്നു. ഈശ്വരന്റെ കൃപയാൽ സ്വാമിജി അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഇതറിഞ്ഞപ്പോൾ കേത്രിയിലെ മഹാരാജാവ് സ്വാമിജിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അമേരിക്കയിലെത്തിയ അദ്ദേഹം സർവമത സമ്മേളനത്തിൽ ഹിന്ദു മതത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുക മാത്രമല്ല ചെയ്തത്, ഹിന്ദുമതത്തെ വാനോളം ഉദ്ധരിച്ച് വിശ്വവിജയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. എന്നിട്ടും സ്വാമിജി തന്റെ ഉജ്ജ്വലമായ പ്രകടനം നിർത്തിയില്ല. 4.5 വർഷത്തോളം പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളുടെ ഫലമായി പടിഞ്ഞാറൻ ദേശങ്ങളിൽ ഭാരതത്തിനെ കുറിച്ചുണ്ടായ ചിന്തകൾ മാറി. ഇതൊക്കെ കഴിഞ്ഞ് ഭാരതത്തിൽ മടങ്ങിയെത്തിയ സ്വാമിജി തന്റെ ഉജ്ജ്വല പ്രഭാഷണങ്ങളിലൂടെ ഭാരതീയരുടെ മനസ്സിനെ തൊട്ടുണർത്തി. സ്വാമിജി പിന്നീട് ഭാരതത്തിലെ എല്ലാവർക്കും ഒരു സാർവലൗകിക ആദർശമായി മാറി. 39 വയസ്സ് മാത്രമേ ജീവിച്ചുള്ളെങ്കിലും തന്റെ ഹ്രസ്വ ജീവിതത്തിനിടയിൽ സ്വാമിജി മനുഷ്യ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അമൂല്യമായ സംഭാവനകൾ നൽകി. അതെ, അതിന് ചരിത്രങ്ങളിൽ വേറെ സമാനതകളില്ല. തന്റെ മുഴുവൻ ജീവിതം ഭാരതത്തിന് വേണ്ടി സമർപ്പിച്ച ആ മഹാപുരുഷനെയാണ് ഇന്നും ഈ ലോകം ആദരിക്കുന്നത്. 1984 സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ദേശീയ യുവജന ദിനമായി ഭാരതീയ സർക്കാർ പ്രഖ്യാപിച്ചു. പിന്നീടുള്ള വർഷങ്ങളിൽ ലോകമെമ്പാടും ദേശീയ യുവജന ദിനം ആഘോഷിച്ചു വരുന്നു. ഈ ദിവസം നമ്മളും നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല തീരുമാനങ്ങൾ എടുക്കണം. എല്ലാവരും സ്വാമി വിവേകാനന്ദന്റെ പാത പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് 10% നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുത്ത് നമ്മുടെ ജീവിതം സുന്ദരമാക്കണം. എന്നിട്ട് ഭാരതത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ ശിഷ്യനാവൂ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ യുവജന ദിനാശംസകൾ.